സൈക്ലിക് ഗ്രൂപ്പ് എന്ന സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് പറയാൻ പോകുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ്. ലെറ്റ് G be a cyclic group with generator A. If the order of G is infinite, then G is isomorphic to Z under addition. And if G has finite order n, then G is isomorphic to Zn under addition modulo n. അതായത് ജി എന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് വിത്ത് ജനറേറ്റർ എ. ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെങ്കിൽ ജി ഈസ് ഐസോമോർഫിക് ടു സെറ്റ് അണ്ടർ അഡിഷൻ ആയിരിക്കും. ആൻഡ് ജി ഫൈനൈറ്റ് ആണെങ്കിൽ ജി ഈസ് ഐസോമോർഫിക് ടു സെറ്റ് അണ്ടർ അഡിഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സപ്പോസ് ചെയ്യാം, പ്രൂഫ് സപ്പോസ് ചെയ്യാം ജി എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പാണെന്ന് എടുത്തു. ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ്. Cyclic group with generator A. Then we can write G as G equal to cyclic group generated by A, which is equal to set of all A raised to M such that M belongs to integer Z. അല്ലേ, ജി ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്, അതിൻ്റെ ജനറേറ്റർ എ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജീനെ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു എം സച്ച് ദാറ്റ് എം ഈസ് എൻ ഇൻറ്റിജർ. ഇത് രണ്ട് കേസായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് കേസിൽ ജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന്, സെക്കൻഡ് കേസിൽ ജി ഫൈനൈറ്റ് ഓർഡർ ആണെന്നും. അപ്പോൾ കേസ് വൺ, ഫസ്റ്റ് കേസ് വൺ, ജി ഈസ് ഇൻഫൈനൈറ്റ് ഓർഡർ. ജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന് എടുത്തു. നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ജി ഇൻഫിനിറ്റ് ഓർഡർ ആണെങ്കിൽ എ റേസ് ടു എൻ ഈക്വൽ ടു ഇ ആകുന്ന ഒരു എലമെൻറ്റ്, ഒരു ഇൻറ്റിജർ എൻ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലേ? ദർ എക്സിസ്റ്റ് നോ ഇൻറ്റിജർ, ദർ എക്സിസ്റ്റ് നോ എൻ ബിലോങ്സ് ടു സെഡ് സച്ച് ദാറ്റ് എ റേസ് ടു എൻ ഈക്വൽ ടു ഇ. ദാറ്റ് ഈസ് A raised to n not equal to e for every n belongs to Z. അല്ലേ, ജിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇൻഫിനിറ്റ് ഓർഡർ ആണെങ്കിൽ എ റേസ്ഡ് ടു എൻ നോട്ട് ഈക്വൽ ടു ഇ ഫോർ എവരി എൻ ബിലോങ്സ് ടു സെഡ് ആയിരിക്കും. ഏതൊരു എലമെൻറ്റ് എ ഇൻ ജി എടുത്തു കഴിഞ്ഞാലും എ റേസ്ഡ് ടു എൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഇ ആയിരിക്കും ഫോർ എവരി എൻ ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ഇനി ഇൻഫിനിറ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് എഴുതാം എ റേസ് ടു എൻ നോട്ട് ഈക്വൽ ടു ഇ ഫോർ എവരി എൻ ബിലോങ്സ് ടു സെഡ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് ജി എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് കാണിക്കണം. അതായത് ഇൻഫിനിറ്റ് ഓർഡറുള്ള ഒരു ഗ്രൂപ്പ് ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് കാണിക്കണം. രണ്ട് ഗ്രൂപ്പ്സ് ഐസോമോർഫിക് ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ആ ഫംഗ്ഷൻ 1 ആയിരിക്കണം ആൻഡ് ഓൺ ടു ആയിരിക്കണം, പിന്നെ ഹോമോമോർഫിസം പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എനിക്ക് കാണിക്കേണ്ടത് ജി ഈസ് ഐസോമോർഫിക് ടു സെഡ് എന്ന് കാണിക്കണം. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് ഐസോമോർഫിക് ടു സെഡ്. അതിനുവേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ഫൈ ഫ്രം ജി ടു സെഡ് ബൈ ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഐ. ഫൈ ഞാൻ ഡിഫൈൻ ചെയ്തത് ജിന്ന് സെഡിലേക്കാണ്. എനിക്ക് കാണിക്കേണ്ട ജി ഈസ് ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് കാണിക്കണം. അതായത് ഈ ഫംഗ്ഷൻ ഐസോമോർഫിക് ആണെന്ന് കാണിച്ചാൽ മതി. ഈ ഫംഗ്ഷൻ ഫൈ ഐസോമോർഫിക് ആണെന്ന് കാണിച്ചാൽ മതി. ഞാൻ ഡിഫൈൻ ചെയ്ത ഫൈ ഫ്രം ജി ടു സെഡ് ബൈ ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഐ ആണ്. ഇനി എനിക്ക് ഫൈ വെൽ ഡിഫൈൻഡ് ആണോ എന്ന് കാണിക്കണം. അതായത് ലെറ്റ് ഐ നോട്ട് ഈക്വൽ ടു ജെ, രണ്ട് എലമെൻറ്റ്സ് എടുത്തു. ഐ നോട്ട് ഈക്വൽ ടു ജെ, ഈ ഐയും ജെയും ഇൻറ്റിജേഴ്സ് ആണ്. ആൻഡ് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി ക്യാൻ അസ്യൂം ദാറ്റ് ഐ ഗ്രേറ്റർ ദാൻ ജെ. ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ എനിക്ക് കാണിക്കേണ്ടത് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ എന്ന് കാണിക്കണം. അതായത് ഞാൻ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ട് എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണെന്ന് എടുത്തു. എനിക്കിവിടെ കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതി. അപ്പം എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണെങ്കിൽ എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു, ഇതിനിങ്ങോട്ട് വരുമ്പം എ റേസ് ടു മൈനസ് ജെ ഈക്വൽ ടു ഇ. ദാറ്റ് ഈസ് എ റേസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഐ മൈനസ് ജെ എന്ന് പറയുന്നത് എന്താണ്? ഐ മൈനസ് ജെ
ഐയും ജെയും ഇൻറ്റിജർ ആയതിനെ കൊണ്ട് ഐ മൈനസ് ജെയും ഇസ് ഓൾസോ ആൻ ഇൻറ്റിജർ അല്ലേ. നമുക്ക് എന്ത് കിട്ടി? എ റേസ് ടു ഐ മൈനസ് ജെ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റാണ് കിട്ടി. പക്ഷെ നമുക്കറിയാം എന്ത്, ജി ഇൻഫൈനൈറ്റ് ഓർഡർ ആയതുകൊണ്ട് എ റേസ് ടു എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഇ ആയിരിക്കും ഫോർ എവരി എൻ ബിലോങ്സ് ടു സെഡ്. ഏതൊരു ഇൻറ്റിജർ എൻ എടുത്തു കഴിഞ്ഞാലും എ റേസ് ടു എൻ എന്തായാലും നമുക്ക് എന്ത് കിട്ടില്ല? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടില്ല. അതുകൊണ്ട് എ റേസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു ഇ എന്നത് എന്താണ്? ഒരു കോൺട്രഡിക്ഷൻ ആണ്, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പം ഇതെന്തായാലും പോസിബിൾ ആവില്ല. ദെർഫോർ എ റേസ് ടു ഐ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ആയിരിക്കും. ഐ നോട്ട് ഈക്വൽ ടു ജെ ഇംപ്ലൈസ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ എന്ന് കിട്ടി. ദെർഫോർ ദാറ്റ് ഈസ് എന്ത് ചെയ്താം? എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ഇംപ്ലൈസ് ഐ ഈക്വൽ ടു ജെ അല്ലേ. എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണെങ്കിൽ ഐ ഈക്വൽ ടു ജെ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇതിനെങ്ങനെ എഴുതാം? ഐ ഈക്വൽ ടു ജെനെ ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ജെ എന്ന് കിട്ടി. എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ഇംപ്ലൈസ് ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ജെ എന്ന് കിട്ടി. ദെർഫോർ ഫൈ ഈസ് വെൽ ഡിഫൈൻഡ്. ഫൈ വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടി. ഫൈ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടുന്ന് എന്ത് നമുക്കറിയാം? എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ഇംപ്ലൈസ് ഐ ഈക്വൽ ടു ജെ. അതായത് ഇത് സെയിം പവർ ആണ് വരുന്നതെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് പവർ ഓഫ് എ ഇൻ ജി ആർ ഡിസ്റ്റിങ്ക്റ്റ്. പവർ ഓഫ് എ ഇൻ ജി ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഓക്കെ, ഫൈ വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടി ആൻഡ് പവർ ഓഫ് എ ഇൻ ജി ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഇനി നമുക്ക് കാണിക്കേണ്ട ഫൈ 1 ആണെന്ന് കാണിക്കണം ആൻഡ് ഓൺ ടു, പിന്നെ ഹോമോമോർഫിസം പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഫൈ 1 ആണെന്ന് കാണിക്കാം. ഫൈ ഈസ് 1 to 1. എങ്ങനെ കാണിക്കുക? ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് എങ്ങനെ കാണിക്കുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഫൈ 1 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫൈ ഓഫ് ഇവിടുത്തെ എലമെൻറ്റ്സ് എങ്ങനെയാണുള്ളത്? എ റേസ് ടു എൻ ഇൻറ്റീജർ എന്ന ഫോമിൽ അല്ലേ. ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ജെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ എന്ന് കിട്ടണം. ഓക്കെ, ഞാനിവിടെ ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ജെ എന്ന് എടുത്തു. വിച്ച് ഇംപ്ലൈസ് എന്താണ് ഫൈ ഓഫ് എ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ? നമ്മളെങ്ങനെ ഫൈ ഡിഫൈൻ ചെയ്ത ഫൈ ഓഫ് എ റേസ് ടു ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു ഐ ആണ്. വിച്ച് ഇംപ്ലൈസ് ഐ ഈക്വൽ ടു ജെ എന്ന് കിട്ടി. ഐ ഈക്വൽ ടു ജെ ആണ്. വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഐ ഈക്വൽ ടു ഇവിടെ നിന്ന് നമുക്കറിയാം ഐ ഈക്വൽ ടു ജെ ആണെങ്കിൽ എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണ്. അതായത് പവർ ഓഫ് എ ആർ ഡിസ്റ്റിങ്ക്റ്റ്. എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ. സിൻസ് പവർ ഓഫ് എ in G are distinctive. Okay, അപ്പോൾ ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ജെ ഇംപ്ലൈസ് എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഫൈ ഈസ് 1. ഇനി നെക്സ്റ്റ് കാണിക്കേണ്ട ഫൈ ഓൺ ടു ആണ് കാണിക്കണം. ഫൈ ഈസ് ഓൺ ടു. എങ്ങനെ ഫൈ ഓൺ ടു ആണ് കാണിക്കുക? നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഫൈ ഫ്രം ജി ടു സെഡ് അല്ലേ. ജിന്ന് സെഡിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഫൈ ഓൺ ടു എന്ന് കാണിക്കാൻ വേണ്ടി ഫോർ എവരി എലമെൻറ്റ് ഇൻ സെഡ് ഇറ്റ് ഹാസ് എ പ്രീ ഇമേജ് എന്ന് കാണിച്ചാൽ മതി അല്ലേ. അതായത് ഞാനിവിടെ ഒരു എലമെൻറ്റ് ഐ എടുത്തു. ഫോർ എവരി എലമെൻറ്റ് ഞാനിവിടെ എഴുതാണ്. ഫോർ എവരി എലമെൻറ്റ് ഐ ഇൻ സെഡ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ റേസ് ടു ഐ ഇൻ ജി such that phi of a raised to I equal to I. ഡെഫിനിഷൻ തന്നെ ക്ലിയർ ആണ്. ഫൈ ഓൺ ടു എന്ന് കാണിക്കാം. ഇവിടെ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു ഐ ബിലോങ്സ് ടു സെഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു എലമെൻറ്റ് എ റേസ് ടു ഐ ജിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഫൈ ഓഫ് എ റേസ് ടു ഐ ഈക്വൽ ടു ഐ ആകുന്ന രീതിയിൽ. ഓക്കെ, ദഫോർ ഫൈ ഈസ് ഓൺ ടു. നെക്സ്റ്റ് കാണിക്കാം ഫൈ ഈസ് എൻ ഹോമോമോർഫിസം.
5 ഹോമോമോർഫിസം ആണെന്ന് കാണിക്കാൻ നമുക്കറിയാം രണ്ട് ഗ്രൂപ്പ്സ് എസും എസ് ഡാഷും 5 ഫ്രം എസ് ടു എസ് ഡാഷ് ഹോമോമോർഫിക് ആണെന്ന് കാണിക്കണമെങ്കിൽ ഇതിലെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാറും ഇതിലിത് സ്റ്റാർ ഡാഷും ആണെങ്കിൽ ഇതിലെ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നത് ഫൈ ഓഫ് എ സ്റ്റാർ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് ബി ആണ് അല്ലേ. അപ്പം ഇവിടുത്തെ ഫങ്ഷൻ എങ്ങനെയാണ്? 5 ഫ്രം ജി ടു സെഡ് ആണ് അല്ലേ. സെഡിലെ ഓപ്പറേഷൻ എന്താണ്? അഡിഷൻ ആണ്. ആൻഡ് ജിയിലത് നമുക്ക് സ്റ്റാറിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനായിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പം ഫൈ ഓഫ് എയും ബിയും ഇവിടുത്തെ എലമെൻറ്റ് ജിയിലെ എലമെൻറ്റ്സ് എ റേസ് ടു എൻ ഇൻറ്റിജർ എന്ന ഫോമിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ എ റേസ് ടു ഐ സ്റ്റാർ എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു ജെ ഈക്വൽ ടു എനിക്ക് കാണിക്കേണ്ട വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഫൈ ഓഫ് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു ജെ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ഐ ഇവിടെ സ്റ്റാർ ഡാഷ് ഇതിലെ ഓപ്പറേഷൻ അഡിഷൻ ഫൈ ഓഫ് എ റേസ് ടു ജെ എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എടുത്തു ഫൈ ഓഫ് എ റേസ് ടു ഐ ഇൻറ്റു ഫൈ ഓഫ് എ റേസ് ടു ജെ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു ജെനെ എനിക്ക് എ റേസ് ടു ഐ പ്ലസ് ജെ എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അതുകൊണ്ട് ഇവിടെ ഫൈ ഓഫ് എ റേസ് ടു ഐ പ്ലസ് ജെനെ എനിക്ക് ഐ പ്ലസ് ജെ എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ ഓഫ് എ റേസ് ടു ഐ അല്ലേ പ്ലസ് ഫൈ ജെ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ റേസ് ടു ജെ കിട്ടില്ല. ഫൈ ഓഫ് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു ജെ ഈക്വൽ ടു ഫൈ ഓഫ് എ റേസ് ടു ഐ പ്ലസ് ഫൈ ഓഫ് എ റേസ് ടു ജെ എന്ന് കിട്ടി. ദെർഫോർ ഫൈ ഈസ് എൻ ഹോമോമോർഫിസം. ഓക്കെ, അപ്പം നമ്മളിപ്പം 5 വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിച്ചു, 1 ആണെന്ന് കാണിച്ചു, ഓൺ ടു ആണെന്ന് കാണിച്ചു, ആൻഡ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നും കാണിച്ചു. 5 ഫ്രം ജി ടു സെഡ് ഈസ് എ ഐസോമോർഫിസം. ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് ജി ഈസ് ഐസോമോർഫിക് ടു സെഡ്. ജി ഐസോമോർഫിക് ടു സെഡ് ആണെന്ന് കിട്ടി. അതായത് ഒരു ഇൻഫൈനൈറ്റ് ഓർഡറുള്ള സൈക്ലിക് ഗ്രൂപ്പ് ഐസോമോർഫിക് ടു സെഡ് ആയിരിക്കും. സെഡ് അണ്ടർ അഡിഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് ഓർഡറുള്ള ഗ്രൂപ്പിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി സെക്കൻഡ് കേസ് ജി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിലും കേസ് 2 ജി ഈസ് ഫൈനൈറ്റ്. ജി ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് n ആണെന്ന് അറിയാം. ഓർഡർ ഓഫ് ജി ഈക്വൽ ടു n. ഓക്കെ, ജി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് ആൻഡ് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് n ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ജി n ആണെങ്കിൽ ഏതൊരു എലമെൻറ്റ് എ ഇൻ ജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ റേസ് ടു n ഈക്വൽ ടു ഈ ആകുന്ന ഒരു ഇൻറ്റിജർ, സ്മോളസ്റ്റ് ഇൻറ്റിജർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. n ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ such that a raised to n equal to e. Every finite cyclic group is isomorphic to Zn under addition modulo n. അതാണ് കാണിക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സബ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാണ്, എച്ച് എന്ന് പറഞ്ഞിട്ട്. ഡിഫൈൻ എച്ച് ബൈ ഡിഫൈൻ എച്ച് ഈക്വൽ ടു സെറ്റ് ഇ എ സ്ക്വയർ എക്സെട്ര എ റേസ് ടു n മൈനസ് 1. ഓക്കെ, എച്ച് ഡിഫൈൻ ചെയ്തു എ സ്ക്വയർ എക്സെട്ര എ റേസ് ടു n മൈനസ് 1. ഇതിൽ തന്നെ ക്ലിയർ ആണ് എന്താണ്? എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. ലെറ്റ് 0 ലെസ് ദാൻ ജെ ലെസ് ദാൻ ഐ ലെസ് ദാൻ n. രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്തു, ജെ ആൻഡ് n വിച്ച് ഇസ് ലെസ് ദാൻ n ആണ്. ജെ ആൻഡ് ഐ വിച്ച് ഇസ് ലെസ് ദാൻ n ആണ്. നമ്മൾ കേസ് 1 ചെയ്ത അതേ മെത്തേഡാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ എച്ച് ഡിഫൈൻ ചെയ്തു, എച്ചിലെ എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് കാണിക്കാൻ പോവാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്തെടുത്തു? ലെറ്റ് ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് എടുത്തു. ഐ നോട്ട് ഈക്വൽ ടു ജെ
ആൻഡ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ റേസ് ടു ഐ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ആണെന്ന് കാണിക്കണം. ഇഫ് പോസിബിൾ എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ എന്ന് എടുത്തു. എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. പക്ഷേ ഞാൻ എടുത്തു ഇങ്ങനെയാണെങ്കിലോ, എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു, ഈ ജെ ഇങ്ങോട്ട് വരുമ്പോൾ എ റേസ് ടു മൈനസ് ജെ ഈക്വൽ ടു ഇ, വിച്ച് ഇംപ്ലൈസ് എ റേസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു ഇ. എ റേസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു ഇ ആണെന്ന് കിട്ടി. ഇതും ഒരു കോൺട്രഡിക്ഷനാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ജെ ലെസ് ദാൻ ഐ ലെസ് ദാൻ എൻ ആണ്. അതായത് ഐൻ്റെയും ജെൻ്റെയും വാല്യൂ എന്നിനേക്കാളും ചെറിയതാണ് അല്ലേ? അതായത് ഐ മൈനസ് ജെ, ദഫോ ഐ മൈനസ് ജെയും ലെസ് ദാൻ എൻ ആണ്. പിന്നെ ഐ മൈനസ് ജെ എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറിയ നമ്പറാണ്. പക്ഷേ നമുക്കറിയാം എന്ത്, എൻ ആണ്. എൻ ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റേസ് ടു എൻ ഈക്വൽ ടു ഇ. എ റേസ് ടു എൻ ഈക്വൽ ടു ഇ ആകുന്ന സ്മോളസ്റ്റ് ഇൻറ്റിജറാണ് എൻ. പക്ഷേ ഇവിടെ എന്ത് കിട്ടി? അതിനേക്കാളും ചെറിയ ഐ മൈനസ് ജെ എന്ന് പറയുന്നത്, ഐ മൈനസ് ജെ എന്ന ഇൻറ്റിജർ എ റേസ് ടു ഐ മൈനസ് ജെ എന്ന ഇൻറ്റിജർ ഇ തരുന്നുണ്ട് എന്ന് കിട്ടി, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ അല്ലേ? എ റേസ് ടു എൻ ഈക്വൽ ടു ഇ ആകുന്ന സ്മോളസ്റ്റ് ഇൻറ്റിജറാണ് എൻ. ഇവിടുന്ന് അതിനൊരു കോൺട്രഡിക്ഷൻ കിട്ടി. ദോർഫോർ എന്താണ്? ഐ നോട്ട് ഈക്വൽ ടു ജെ ഇംപ്ലൈസ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ എന്ന് കിട്ടി. ദാറ്റ് ഈസ് എന്താണ്? ദ എലമെൻറ്റ്സ് ഓഫ് H are distinct. Elements of H are distinct. ഇനി സപ്പോസ് ദാറ്റ് H ബിലോങ്സ് ടു, എനിക്കിവിടെ H സബ്സെറ്റ് ഓഫ് G ആണെന്ന് കിട്ടിയില്ലേ? ഞാൻ G സബ്സെറ്റ് ഓഫ് H എന്ന് കാണിക്കാൻ പോവാണ്. ലെറ്റ് H ബിലോങ്സ് ടു G എടുത്തു. ഒരു എലമെൻറ്റ് ജിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ H എനിക്ക് Hലുണ്ടെന്ന് കാണിച്ചാൽ മതി. H ബിലോങ്സ് ടു G ഇംപ്ലൈസ് H ഈക്വൽ ടു സം എ റേസ് ടു എം ആയിരിക്കും അല്ലേ? നമ്മൾ ജിയുടെ ഡെഫിനിഷൻ ഫസ്റ്റ് തന്നെ എഴുതി. G ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു എം സച്ച് ദാറ്റ് എം ബിലോങ്സ് ടു സെഡ് എന്ന് എഴുതിയില്ലേ? അപ്പം H ബിലോങ്സ് ടു G ആണെങ്കിൽ H ഈക്വൽ ടു സം എ റേസ് ടു എം എന്ന ഫോമിലായിരിക്കും ഉണ്ടാവും. ഫോർ സം എം ബിലോങ്സ് ടു സെഡ്. ഇനി ഈ എം സെഡിലാണുള്ളത്. അപ്പോൾ ഞാൻ ഈ എമ്മിൽ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യാണ്. ഡിവിഷൻ അൽഗോരിതം ബൈ ഡിവിഷൻ അൽഗോരിതം എം ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എൻ. ഏതൊരു ഇൻറ്റീജറിനെയും എനിക്ക് സം എൻ ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇവിടെ കൊടുക്കുകയാണ്. H ഈക്വൽ ടു എ റേസ് ടു എമ്മിൻ്റെ പ്ലേസിൽ എ റേസ് ടു എം വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ക്യൂ പ്ലസ് ആർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ക്യൂനെ എന്നിങ്ങനെ എഴുതാം. എ റേസ് ടു എൻ ഓൾ പവർ ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ അല്ലേ? എ റേസ് ടു എൻ പവർ ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ. എ റേസ് ടു എൻ എന്താണെന്ന് നമുക്കറിയാം. എ റേസ് ടു എൻ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ പവർ ക്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റിനാണ്. ഇൻറ്റു എ റേസ് ടു ആർ ചെയ്താൽ എന്താണ്? എ റേസ് ടു ആർ. അതായത് H എന്ന് പറയുന്നത് എന്താണ്? H ഈക്വൽ ടു എ റേസ് ടു ആർ ആണെന്ന് കിട്ടി അല്ലേ? H എന്ന് പറയുന്നത് എ റേസ് ടു ആർ ആണ്. ആറിൻ്റെ വാല്യൂ എന്നിനേക്കാളും ചെറുതുമാണ്. H ഈക്വൽ ടു എ റേസ് ടു ആർ ആണെന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ എന്നിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മുടെ Hൻ്റെ ഡെഫിനിഷൻ എന്താണ്? Hൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞു H എന്ന് പറയുന്നത് ഈ എ, അതായത് എൻ്റെ പവേഴ്സ് വിച്ച് ഇസ് ലെസ് ദാൻ, അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറിയ അല്ലേ? N വരെയുള്ള എൻ്റെ പവേഴ്സാണ് ഇതിലുള്ളത്. അപ്പം എ റേസ് ടു ആർ എന്ന് പറയുന്നത് എന്തിലുണ്ട്? എ റേസ് ടു ആർ വിച്ച് ഇസ് ബിലോങ്സ് ടു H ആണ്. എന്തുകൊണ്ടാണ്? സിൻസ് ആർ ലെസ് ദാൻ എൻ ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് H എന്ന് പറയുന്ന എലമെൻറ്റ് ജിയിലെടുത്തപ്പം H എന്ന് പറയുന്ന എലമെൻറ്റ് Hൽ കിട്ടി. ഓക്കെ, ദോർഫോർ എന്താണ്? ദോർഫോർ H ഇസ് എ
therefore G is a subset of H എന്ന് കിട്ടി. അപ്പം ഫസ്റ്റ് നമുക്ക് H is a subset of G എന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? G is a subset of H എന്നും കിട്ടി. therefore അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം G equal to H എന്ന് കിട്ടി. ഓക്കെ, എന്താണ് H എന്ന് പറഞ്ഞാൽ? സെറ്റ് E A A square etc A raised to n minus 1. ഇതാണ് നമ്മുടെ G, H അല്ലേ? അപ്പോൾ G ഈക്വൽ ടു സെറ്റ് E A A square etc A raised to n minus 1 എന്ന് കിട്ടി. ഇനി G ഐസോമോർഫിക് ടു Z ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ? ഡിഫൈൻ ഫൈ എന്ന് തന്നെ കൊടുത്തു ഫംഗ്ഷൻ്റെ പേര്. ഫൈ ഫ്രം G എന്ന് G ടു Zn അല്ലേ? എനിക്ക് കാണിക്കേണ്ട എന്താണ്? G is isomorphic to Zn എന്ന് കാണിക്കണം അല്ലേ? ഡിഫൈൻ ഫൈ ഫ്രം G ടു Zn ബൈ എങ്ങനെയാണ്? ഫൈ ഓഫ് A raised to I equal to I. ഫോർ ഓൾ I ആണോ? അല്ല, I equal to 1 to etc n minus 1 വരെ അല്ലേ? ഓക്കെ, എനിക്ക് എന്താ കാണിക്കേണ്ടത്? ഈ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് ഈസ് എൻ ഐസോമോർഫിസം ആണെന്ന് കാണിക്കണം. ഇനി ഫൈ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. പിന്നെ ഫൈ 1 to 1 ആണെന്ന് കാണിക്കണം. ആൻഡ് ഫൈ ഓൺ ടു, പിന്നെ ഒരു പ്രോപ്പർട്ടിയും കൊണ്ട് ഫൈ ഈസ് ഹോമോമോർഫിസം. ഫൈ ഈസ് എ ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണം. ഇത് മൂന്ന് നമ്മൾ മുന്നേ ചെയ്ത കേസ് 1 ചെയ്ത അതേ സ്റ്റെപ്സാണ് യൂസ് ചെയ്യുന്നത്. ഫൈ ഡിഫൈൻ ചെയ്തത് Zn-ലേക്കാണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. Zn-ലേക്ക് എന്ന് വരുമ്പം സെഡിലേക്കാകുമ്പം I ഈക്വൽ ടു 1 to etc എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻറ്റീജേഴ്സും ഫോർ എവരി ഇൻറ്റീജർ ആയിരുന്നു വന്നിരുന്നത്. ബട്ട് ഇവിടെ ആകുമ്പം I എന്ന് പറയുന്നത് ഈക്വൽ ടു 1 to 0 1 to etc n minus 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പം കേസ് 1 സെയിം പ്രൂഫാണ് വെൽ ഡിഫൈൻഡും 1 ഓൺ ടുനും ഹോമോമോർഫിസത്തിനും ഉള്ളത്. therefore നമുക്ക് എന്ത് കിട്ടി? ഫൈ എന്ന് പറയുന്നത് ഇതാ സ്റ്റെപ്പ് മുന്നേ കേസ് 1 സ്റ്റെപ്പ് അതേപോലെ എടുത്ത് എഴുതണം. ആൻഡ് therefore ഫൈ ഫ്രം G to Zn ഈസ് എ ഐസോമോർഫിസം. ദാറ്റ് ഈസ് G ഈസ് ഐസോമോർഫിക് ടു Zn. അതായത് എവരി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Zn.